പാഠം 266 പൂക്കളും കുട്ടികളും. മോഹനടാ, നമുക്ക് ഇന്നൊന്ന് പുറത്തു പോയാലോ? അവധിയല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് പുറത്തു പോവുക, മോഹനടന് ഒരു ഷർട്ട് മുണ്ടും വാങ്ങുക, പിന്നെ എനിക്കൊരു ചുരിദാറ്, പിന്നെ ഉച്ചയ്ക്ക് പുറത്ത് നൂണ് കഴിക്കുക, ഒരു മാറ്റിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. അത്രയും മാത്രമാക്കി എന്തിനാ? വൈകിട്ട് ഒരു സർക്കസ് ആണ് പോയാലോ? രാത്രിയിൽ വരുന്ന വഴി ഏതെങ്കിലും ബാറിൽ കയറി 2 ഗ്ലാസ് ബ്രാൻഡി കഴിക്കാം. മനസ്സിലായില്ല. ഭാമേ, ഒരു അവധി ദിവസം വരുമ്പോഴേക്കും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് നാട് ചുറ്റണമെന്നൊരു മോഹം തോന്നി തുടങ്ങും. അതിന്റെ കാര്യം എന്താ? എന്നെ പോലെ അങ്ങേറ്റം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് ഇത്തരം അവധി ദിവസങ്ങൾ വിശ്രമിക്കാനുള്ളതാണ്, നാട് ചുറ്റാനുള്ളതല്ല. മോഹനേട്ടാ, ആഴ്ചയിൽ 6 ദിവസം ജോലിയെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ സർക്കാർ 7-ാം ദിവസം അവധി തരുന്നുണ്ട്, ഞായറാഴ്ച. ഇന്ന് പക്ഷേ ഞായറാഴ്ചയല്ല, വ്യാഴാഴ്ചയാണ് മുഹറം പ്രമാണിച്ചുള്ള അവധി. ആ അവധി ആഘോഷിക്കാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതല്ല. എന്തായാലും ഒരു ദിവസം മുഴുവൻ നാട് ചുറ്റാൻ ഞാനില്ല. ഒന്നാമത് അത് വലിയ പണച്ചിലുള്ള കാര്യമാണ്. രണ്ടാമത് ടൗണിലൂടെ ചുറ്റി നടന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. 3, പുറത്തെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വയറിന് കേടാണ്. 4, ഈ കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ കണ്ടാൽ മനസ്സും പ്രശ്നമാവും. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, ഈ വില്ലേജ് ഓഫീസർ ഉദ്യോഗം രാജിവെച്ച് അലക്കി തേച്ച ഷർട്ടും കൊണ്ട് ഉപേക്ഷിച്ച് നേരെ ഹിമാലയത്തിൽ പോയി തപസ്സരിക്കും. 10 പൈസയുടെ ചെലവില്ല, കാർബൺ മോണോക്സൈഡും ഇല്ല. വിശക്കുമ്പോ വല്ല ഇലയോ കായോ തിന്നാ മതി, വയറും കേടാവില്ല. സിനിമയും നാടകമൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സും ചീത്തയാവില്ല. കാശ് ചെലവാക്കാൻ വയ്യാഞ്ഞിട്ട് ഇമ്മാതിരി ന്യായം പറയില്ലേ മോഹനേട്ടാ? അത് നാട്ടുകാരെങ്കിലും വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. പിശുക്കൻ. ഒരു കാര്യം പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ എന്നെ പിശുക്കൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം തീരില്ല. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്ത് പറഞ്ഞാലും പരിസ്ഥിതിയുടെയും ജോലിയുടെ ഒക്കെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടുന്ന ഈ സ്വഭാവം വെച്ച് എല്ലായ്പ്പോഴും രക്ഷപ്പെടാന്ന് മോഹനയുടെ കരുതണ്ട. നമ്മൾ രണ്ടുപേരും ജോലിക്കാരാണ്. ജോലിക്കിടയിൽ ഒരു അവധി ദിവസം വീട് കിട്ടുമ്പോ അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആഘോഷിക്കാമെന്ന് ബുദ്ധിയുള്ളവരൊക്കെ ആലോചിക്കും. മോഹനയുടെ പിന്നെ അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാവില്ല. 10 മണി വരെ കുത്തിയിരുന്ന് ആ പത്രം കാണാതെ പഠിക്കണം. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം, പിന്നെ പുസ്തകം വായന. ഇതിന് മാത്രം വായിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മോഹനയുടെ നാളെ പരീക്ഷയോ? എടി, വായന മനുഷ്യന് അറിവുണ്ടാകും. ഞാൻ പുസ്തകമൊന്നും വായിക്കാതെ നീ പറഞ്ഞ പോലെ സിനിമയും കണ്ടു നടന്നിരുന്നെങ്കിൽ നിന്നെ പോലെ ബുദ്ധിയില്ലാത്തൊരു സാധാരണക്കാരായി പോയനെ. ഇപ്പൊ മോഹനയുടെ ഭയങ്കര ബുദ്ധിയാണെന്നാണോ കരുതിയിരിക്കുന്നേ? അത് തന്നെത്താനെ അങ്ങ് തോന്നിയിട്ട് കാര്യമില്ല, മറ്റുള്ളവർ പറയണം. അങ്ങനെ ആരെങ്കിലും പറയൂ? അങ്ങനെ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ പുസ്തകം വായിച്ച് സമയം കളയുകയാണെന്ന്. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചെടികൾക്ക് വളമിട്ടും പരിസരം വൃത്തിയാക്കിയും സമയം ചെലവിടാം. അത് ഗുണമുള്ള കാര്യമാണല്ലോ. എന്നാലും ഗേറ്റിന് വെളിയിലിറങ്ങാൻ പാടില്ല. ഗേറ്റിന് വെളിയിറങ്ങാൻ എനിക്ക് സൗകര്യമില്ല. ഇതിനൊന്നും വെള്ളമൊന്നും ഒഴിക്കൂലേ? ആർക്ക് സമയം? കളകളക്ക വളർന്ന്
അവധി ദിവസങ്ങളിൽ കറങ്ങിടക്കാനല്ലേ അവക്കാവില്ല. അല്ലാതെ പ്ലാസ്റ്റിക് ഒക്കെ ഭൂമിക്ക് എന്തോരം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ചെടിക്ക് നോവും. ആ മാവിനും കൂടി ഒരു കപ്പ് വെള്ളം ഒഴിക്കൂ. തെങ്ങിന് ഒഴിക്കാൻ പോവാ. ഇതെന്തൊന്നും പരിധിയിൽ തെളിക്കുന്നു. മോഹനയുടെ ഒരു വില്ലേജ് ഓഫീസർ ആവാതെ കൃഷി ഓഫീസർ ആയിരുന്നെങ്കിൽ നന്നായനെ. എന്റെ മോഹനേട്ട, ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കണതാണ്. എന്നിട്ടാണത് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത്. എന്താ ഇത് റോസാപ്പൂവ്. ഇതുപോലും അറിയാതെയാണോ വലിയ വില്ലേജ് ഓഫീസർ ആണെന്ന് പറഞ്ഞു നടക്കുന്നത്? അതല്ല ചോദിച്ചത്. പിന്നെ ഈ ഒരു പൂവ് എങ്ങനെയാണ് താഴെ വീണത്? ഇതെന്ത് ചോദ്യമാണ് മോഹനേട്ട? ഒരു പൂവ് താഴേക്ക് വീഴുകയല്ലാതെ മുകളിലേക്ക് പോവോ? മോഹനേട്ടൻ എപ്പോഴും പറയാറില്ലേ, ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അനുസരിച്ച് മുകളിൽ നിന്ന് വീഴുന്ന ഒരു വസ്തു താഴെ എത്തുമെന്ന്. ഇതും അങ്ങനെയാണ് വീണത്. അതല്ല ചോദിച്ചത്. ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയ റോസാ ചെടിയാണിത്. അതിലെ പൂക്കൾ അതിൽ തന്നെ നിൽക്കേണ്ടതാണ്. ഇത് ആരോ നുള്ളിക്കളഞ്ഞാണെന്ന് ഉറപ്പാ. ആര്? അതാരാണെന്ന് എനിക്കറിയേണ്ടത്. ഇവിടെ എല്ലാ ദിവസവും മുറ്റടിക്കുന്നതാണല്ലോ. നീ തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത്. എന്താ പറ്റിയത്? ഞാൻ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് കൂടിയില്ല. കള്ളം പറയണ്ട ഭാമേ. നീ മുറ്റമടിച്ചപ്പോ അബദ്ധത്തിൽ വീണുപോയതായിരിക്കും. അല്ലെങ്കിൽ ഈ റോസാ ചെടി കൊണ്ടുവച്ചത് ഞാനായതുകൊണ്ട് നീ മനഃപൂർവ്വം നുള്ളിട്ടതാണ്. പിന്നെ എനിക്കതിനല്ലേ നേരം. ഇവിടെയുള്ള ഒരു പൂവും ഞാൻ പറിച്ച് കളഞ്ഞിട്ടില്ല. ഇത് ഒന്നുകിൽ തനിയെ വീണതാവും, അല്ലെങ്കിൽ വഴിയെ പോയ ആരെങ്കിലും പറിച്ചിട്ടാവും. വഴിയെ പോകുന്നവർക്ക് എന്റെ വീട്ടിൽ എന്താ കാര്യം? അത് അവരോട് പോയി ചോദിക്കാം. എനിക്ക് രാവിലെ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ഇത്തരം നിസാര കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ പറയാലോ. ഈ പൂന്തിയും പണ്ട് ഇങ്ങനെ വീണ് കിടന്ന ഒരു പൂവിനെ കണ്ടാണ് കുമാരനാശാൻ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം എഴുതിയത്. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കിയേ നീ, ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്ന് നിന്റെ ആ ഭൂതി അങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ. അതുപോലെ മോഹനേട്ടൻ ഇവിടെ ഇരുന്ന് ഒരു മഹാകാവ്യം എഴുതാൻ പറ്റുമോ നോക്കൂ. ഇന്നാവുമ്പോ വില്ലേജ് ഓഫീസിൽ മലമറിക്കാൻ പോകണ്ടല്ലോ. സമയം ഒരുപാടുണ്ട്. പ്രചോദനത്തിനായി വീണ് കിടന്ന പൂവും കയ്യിലുണ്ട്. ഒരു കവിത എഴുതാൻ വേറെന്തു വേണം? ആഹാ.